ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു മന്തിൻ്റെ റെസിപ്പിയാണ്. 1 kg ഒരു മന്തി പാക്കാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പകുതി വെച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഈ മന്തി പാക്കിൽ ഒരു മാഗി ക്യൂബ് ഉണ്ട്, ഒരു ഉണക്കനാരങ്ങ ഉണ്ട്, പിന്നെ ഒരു സൺഫ്ലവറിൻ്റെ ചെറിയൊരു പാക്ക് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ പകുതി മാത്രം മതി. അപ്പോൾ ഇതിലുള്ള റൈസ് ഇതിൻ്റെ ഉള്ളിൽ വേറൊരു പാക്കറ്റിൽ സെപ്പറേറ്റ് ആയിട്ടാണ് റൈസ് ഉള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ചെടുക്കണം. പിന്നെ ഇതിൻ്റെ പുറത്തായിട്ട് തന്നെ ഈ ഒരു ഇതിൽ ഫുള്ളായിട്ട് ഇത് ഉണ്ടാക്കുന്ന കറക്റ്റായിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിൽ അതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ എൻ്റെ രീതിയിൽ കുറച്ചും കൂടി മസാല ഒക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കളറൊന്നും ആഡ് ചെയ്യാതെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റൈസ് നമ്മൾ 1 മണിക്കൂറൊന്ന് കുതിർത്താൻ വെക്കണം. അതിൽ നിന്ന് പകുതി മാത്രം എടുത്തിട്ട് കുതിർത്താൻ വെച്ചിട്ടുണ്ട്. അത് കുതിർന്ന് വരുന്ന സമയത്തിന് തന്നെ നമുക്ക് ബാക്കി മസാലയൊക്കെ സെറ്റ് ചെയ്യണം. 1/2 kg ചിക്കന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി, വലിയ ജീരകം, ചെറിയ ജീരകം കൊണ്ടൊന്ന് ചതച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് കുക്കറിലായതുകൊണ്ട് തന്നെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അതിലിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ മാഗി ക്യൂബ് അതിലുണ്ടായിരുന്ന മാഗി ക്യൂബിൻ്റെ ഒരു പകുതിയാണ് എടുത്തിട്ടുള്ളത്. അത് ബാക്കി നമ്മൾ അതുപോലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലതും കൂടെ ഒന്ന് മസാല കൂട്ടിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട്, കളറ് ചേർക്കുന്നില്ല. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, സൺഫ്ലവർ ഓയിലും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഈ മസാല ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് മാത്രം കുറച്ച് പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി. മാഗി ക്യൂബിൽ ഉപ്പ് ഉണ്ടാവും. അപ്പോൾ അത് കൂടുതലായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഉപ്പ് കൂടിപ്പോകും. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണ്. നമ്മൾ കുക്കറിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് അതിൽ തന്നെയാണ് ഇതിൻ്റെ മസാലയൊക്കെ കൂട്ടി അതിൽ തന്നെ വെക്കുകയാണ്. അപ്പോൾ നമ്മൾ മസാല കൂട്ടി വെച്ച ശേഷം എല്ലാ ഭാഗത്തുനിന്നും പരത്തി ഇതിൻ്റെ ചിക്കൻ്റെ പീസൊക്കെ എല്ലാ ഭാഗത്തുനിന്ന് പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിച്ചപ്പും പുതിനയും ചെറുതാക്കി അരിഞ്ഞ് കുറച്ചും കൂടെ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അപ്പത്തിന് നമുക്ക് അതിലേക്ക് ബാക്കിയുള്ളതും കൂടെ റെഡിയാക്കി എടുക്കാം. ഒരു ക്യാപ്സിക്കൻ്റെ പകുതി എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, ഒരു ഉള്ളി, ഒരു ക്യാരറ്റിൻ്റെ ചെറിയ പീസും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിയപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഭാഗം നെരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ മറ്റേ ഭാഗം കൂടെ ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നല്ല വീഡിയോസൊക്കെ ചെയ്യാനും പുതിയ പുതിയ വീഡിയോസുകളൊക്കെ ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്കുള്ള മന്തി മസാല നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ ഏകദേശം നമ്മൾ ചിക്കൻ ഇവിടെ വേവായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്കുള്ള ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന ഉള്ളിയും തക്കാളിയും ക്യാപ്സിക്കനും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മസാല ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മസാല ഒന്നും ഇല്ലാതെ അതിൽ പറഞ്ഞ അതുപോലെ തന്നെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഞാൻ കുറച്ച് മസാല ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചും കൂടെ ഇതുപോലെ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നത്. ശരിക്കും മന്തിക്ക് തക്കാളി ഉള്ളിയൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ റൈസ് റെഡിയാക്കാൻ വേണ്ടി വെച്ചിരുന്ന വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 2 പട്ടയും കുറച്ച് പൂവും ഏലക്കായും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഉണക്കനാരയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ തിളച്ച ശേഷം നമ്മൾ കുതിർക്കാൻ വെച്ചിരുന്ന അരി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ റൈസ് കുതിർത്ത റൈസ് ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ നല്ല വേവായി വരാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല കുട്ടികൾക്ക് കൊടുക്കാൻ നല്ല വേവായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നല്ല വേവായി എന്ന് മനസ്സിലാക്കാൻ ഇതിൻ്റെ റൈസൊക്കെ ഒരു റാ ഷേപ്പിൽ വന്നിട്ടുണ്ടാവും. അത് കണ്ടാൽ നമുക്ക് കറക്റ്റ് പാകമായി എന്ന് മനസ്സിലാക്കാം. ആ സമയത്ത് പാകത്തിന് നമുക്ക് ഊറ്റിയെടുക്കുകയും ചെയ്യാം. ഇനി നമ്മൾ മസാലയിൽ റൈസ് ഒന്ന് സെറ്റാക്കി എടുക്കണം. നമ്മൾ കുക്കറിൽ വെച്ചിരുന്ന മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ചായിട്ട് റൈസ് ഇട്ട് മല്ലിച്ചപ്പും പുതിനയൊക്കെ ഇട്ട് കൊടുത്ത് ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം.
അപ്പോൾ എല്ലാ റൈസും ഇട്ട് വന്നപ്പോൾ കറക്റ്റ് കുക്കറിന് പാകത്തിനായിരുന്നു. 1/2 kg റൈസ് ഇതിൽ കറക്റ്റ് പാകത്തിനായിരുന്നു. ഇനി ഇതിൽ പച്ചമുളക് കുത്തി കൊടുത്തിട്ടുണ്ട്. നീളത്തിലുള്ള പച്ചമുളക് ഉണ്ടെങ്കിൽ അതാണ് ബെറ്റർ. അപ്പോൾ ഞാനിത് ഇതുള്ളതുകൊണ്ട് അതാണ് ഇട്ട് കൊടുത്തത്. ഞാൻ അതിൻ്റെ മുകളിലായിട്ട് മല്ലിച്ചപ്പും പുതിനയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ മുകളിൽ സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കളറാണ് മിക്സ് ചെയ്യൽ. പക്ഷേ ഞാൻ കളറല്ല ചേർത്തുകയാണ്. മഞ്ഞൾപ്പൊടി കുറച്ച് ഓയിലിൽ മിക്സ് ആക്കിയിട്ടാണ് ജസ്റ്റ് ഒന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് റൈസിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ കണലൊന്ന് സെറ്റ് ചെയ്യണം. ചിരട്ടക്കണലുണ്ടെങ്കിൽ അതാണ് ബെറ്റർ. അപ്പോൾ ഉള്ള കണലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വലിയ ജീരകം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന ചെറിയൊരു പാത്രത്തിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഓയിൽ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ ഒരു പുക വരുന്ന സമയത്ത് ആ സ്പോട്ടിന് തന്നെ പെട്ടെന്ന് കുക്കറിന് മൂടി വെച്ചിട്ടൊന്ന് മൂടി കൊടുക്കണം. അതിൻ്റെ പുക പോണതിൻ്റെ മുന്നേ തന്നെ മൂടി കൊടുത്താൽ അതിൻ്റെ റൈസിലൊക്കെ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം കുറച്ചൊരു സമയം കഴിഞ്ഞ ശേഷം നമ്മളിവിടെ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കണലൊക്കെ ഒന്ന് മാറ്റി വെച്ച് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിൻ്റെ മുകളിലുള്ള മുളകൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റൈസ് ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ്. ഇത് കുറച്ചായതുകൊണ്ട് ഇതിൽ തന്നെ ഇട്ടിട്ട് മിക്സ് ആക്കുകയാണ്. ഒരുപാട് ഒരു 1 kg ആണെന്നുണ്ടെങ്കിൽ വേറെ റൈസ് വേറെയും ചിക്കൻ വേറെയൊക്കെ മാറ്റിയെടുക്കണം. അപ്പോൾ ഇതിൽ തന്നെ കുറച്ച് മാത്രമായതുകൊണ്ട് ഇതിൽ തന്നെ റൈസ് രണ്ടും കൂടെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോമ്പിനേഷനായിട്ട് എടുത്തിട്ടുള്ളത് തക്കാളി സോസാണ്. തക്കാളിയും പച്ചമുളകും സുർക്കയും ഉപ്പും കൂടെ ഇട്ട് ചേർത്തടിച്ച തക്കാളി സോസാണ് എടുത്തിട്ടുള്ളത്. മയോണൈസ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ. വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണേ. അപ്പോൾ